ഒന്നും ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ ഏത് പ്രായത്തിലും നിങ്ങളുടെ മനസ്സ് ചെറുപ്പമായി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനെയും ആ ഒരു ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക റെഗുലറായിട്ട് ചെയ്യുക. നമ്മൾ മനസ്സ് സന്തോഷത്തോടെ, മനസ്സ് ചെറുപ്പമായി എങ്ങായിരിക്കുക, എല്ലാം ശരിയാവും. എല്ലാവരും നമുക്ക് ഈ ഭൂമിയിൽ ജനിച്ചു വീണ എല്ലാവർക്കും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. അതേത് പ്രായത്തിലുള്ളവർക്കും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആർക്ക് വേണമെങ്കിലും ഒന്ന് ഒരു നല്ലൊരു കളർ വരാനും നല്ല സ്കിന്നൊക്കെ ഒന്ന് തിളങ്ങാനും പെട്ടെന്ന് തന്നെ ഒരു ഫ്രഷ് ആവാനും പറ്റിയ നല്ലൊരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോണത്. അപ്പൊ ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പ്രത്യേകിച്ച് 40+ കഴിഞ്ഞ ആൾക്കാരുടെ സ്കിന്നിലൊക്കെ ചുളിവുകൾ വന്നിട്ടുണ്ടാവും, അതുപോലെ വല്ലാതെ ഡള്ളായിരിക്കും, പിന്നെ ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവും, സ്കിന്നൊക്കെ തൂങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ പെട്ടെന്ന് തന്നെ ഒരു യൂസിൽ തന്നെ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റ് ആയ ഫീൽ ഉണ്ടാവും. അതുപോലെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ലൊരു ഫ്രഷ് ആവും, നല്ലൊരു കളറും നല്ലൊരു പെട്ടെന്ന് തന്നെ ഒരു ഭംഗി വരുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഇത്. ഹലോ, നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. അപ്പോൾ വീഡിയോ ഇടാതിരിക്കാനുള്ള കാരണങ്ങൾ, എൻ്റെതായ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ജീവിതം. നമ്മൾ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതായ കുറേ കാര്യങ്ങൾ വരും. ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് വെല്ലുവിളികളും പ്രതീക്ഷിക്കാത്ത കുറേ വെല്ലുവിളികളും ജീവിതത്തിലുണ്ടായി. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സമയം എടുത്തത്. എനിക്കറിയാം, ഈ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് നമ്മൾ കുറച്ചു കാലം വിട്ടു നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും മറന്നുപോകും. അപ്പോൾ അത് എനിക്കും സംഭവിച്ച് എൻ്റെ കണ്ടന്റ് മിസ്സായി, സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ്. വീഡിയോ എടുക്കുമ്പോൾ ആദ്യം വിചാരിച്ചത്, ഞാൻ കുറേ കാലം വീഡിയോ ഇടാത്തതിൻ്റെ ഒരു റീസൺ പറഞ്ഞിട്ട് ഒരു ഇൻട്രോ, ഒരു 2ാം പ്രാവശ്യം തിരിച്ചു വന്നിട്ടുള്ള ഒരു ഇൻട്രോ വീഡിയോ പോലെ ഇടാന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ വെറുതെ ഒരു വീഡിയോ ഇടുന്നതിലും നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുള്ള ഒരു വീഡിയോ കൂടി അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്കത് ഉപകാരമായിരിക്കുമല്ലോ എന്ന് എനിക്ക് തോന്നി. ഇനി അങ്ങോട്ട് ആഘോഷങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ക്രിസ്മസ് അടുക്കാറായി, ന്യൂ ഇയർ ആയി, അത് കഴിഞ്ഞ കല്യാണങ്ങൾ, അങ്ങനെ ഓരോരോ പ്രോഗ്രാംസുകൾ ഇനി വന്നുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും പാർലറിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ചിലവർക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല, പാർലറിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കും അങ്ങനെ അല്ലാത്തവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഒരു തിളക്കം വരാനും പെട്ടെന്ന് തന്നെ ഒരു കളർ വരാനും സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റ് ആവാനും നല്ലൊരു ഫ്രഷ് ലുക്കിനും പറ്റിയൊരു നല്ലൊരു പാക്കാണ് ഇനി പറയാൻ പോണത്. അപ്പൊ ഇത് സ്ത്രീകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ഈ ബ്യൂട്ടി ടിപ്സ് ഒന്നും. ഒരുപാട് എന്താ പറയാ, എല്ലാം ആണുങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ധൈര്യത്തിൽ എല്ലാവരും ഉപയോഗിക്കുക, ആണുങ്ങളും ഉപയോഗിക്കണം. അതായത് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്ന് വരുന്ന മാറ്റം, അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം വേറെ ആയിരിക്കും. നമ്മൾ തന്നെ സ്വയം ഒരു പോസിറ്റീവ് ആവും. അങ്ങനെ നമ്മൾ പോസിറ്റീവായ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സക്സസ് ആവും. നമുക്ക് കുറച്ചും കൂടെ നമ്മളുടെ ജീവിതത്തിൽ വിജയം വരാനും നമ്മൾ കുറച്ചും കൂടെ പൊതുസമൂഹത്തിൽ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു വില ഉണ്ടാവാനും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊന്നും ഒരു തെറ്റല്ല, അതല്ല ഇത് സ്ത്രീകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയല്ല, എല്ലാവരും ചെയ്യണം. കൂടുതൽ ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഈ പാക്ക് വളരെ പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ മാത്രം, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് അതിന്റെ ഗുണം അത് നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ അത് അതേപോലെ തന്നെ ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഈ പാക്കിന് വേണ്ടത് ബീട്രൂട്ടിന്റെ ജ്യൂസ് വേണം, മുട്ട വെള്ള വേണം, കാപ്പിപ്പൊടി വേണം, പിന്നെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ബീട്രൂട്ട് എടുത്ത് ഒരു കാൽ ഭാഗമൊക്കെ ബീട്രൂട്ട് മതിയാവും. അതായത് ഒരു 2-3 സ്പൂണ് ജ്യൂസ് കിട്ടണം. അതിനിങ്ങനെ ചീകിയിട്ട് അതിന്റെ ജ്യൂസ് എടുക്കുക.
പിന്നെ അതിലേക്ക് എഗ് വൈറ്റ്, മുട്ട കുറച്ച് പൊട്ടിച്ചിട്ട് എഗ് വൈറ്റ് ഒഴിക്കുക. അപ്പോൾ എഗ് വൈറ്റ് കൂടുതലാവേണ്ട, ഒരു മുട്ടൻ്റെ മുഴുവനും വൈറ്റ് വേണമെന്നില്ല, അതിൻ്റെ ഒരു കാൽ ഭാഗത്തിലും കുറച്ച് കൂടുതൽ എഗ് വൈറ്റ് ഒഴിക്കുക. അപ്പം ഈ ബീട്രൂട്ട് ജ്യൂസിലേക്ക് ഒഴിക്കുക. പിന്നെ ഇത് രണ്ടും വെള്ളം പോലെയല്ലേ, അപ്പം അതിന് കുറച്ചൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിന് വളരെ നല്ലതാണ് കാപ്പിപ്പൊടി. ഒരു സ്പൂണോ 1.25 സ്പൂണോ കാപ്പിപ്പൊടി ഇടുക. അതായത് ഇതൊരു വെള്ളം പോലെയുള്ളതിനെ കുറച്ചൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും കാപ്പിപ്പൊടി ഇടുക. പിന്നെ ഇപ്പോൾ ഇത് ഒരു 40+ കഴിഞ്ഞ ആൾക്കാരാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്കിന്ന് വളരെ ഡ്രൈ ആയിരിക്കും. അപ്പോൾ ആ ഡ്രൈനെസ് പോകാനും, അല്ലെങ്കിൽ ചെറുപ്പക്കാരാണെങ്കിലും വല്ലാതെ ഡ്രൈ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ പാൽപ്പാട ചേർക്കുക. അല്ലാത്തവർ ഓയിലി സ്കിന്ന് ഉള്ളവരും കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പാൽപ്പൊടി ചേർക്കുക. അപ്പോൾ പാൽപ്പാട ചേർക്കുമ്പോൾ സ്കിന്ന് ഒന്നും കൂടി സോഫ്റ്റ് ആവും, ഒന്നും കൂടെ സ്കിന്നിനൊരു മോയ്സ്ചറൈസറും കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പാൽപ്പാട ചേർക്കുന്നത്. എന്നിട്ട് അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ വിറ്റമിൻ ഇ ഓയിലിൻ്റെ ഗുണങ്ങളും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പം എല്ലാവർക്കും അറിയാം. വിറ്റമിൻ ഇ നമ്മളുടെ സ്കിന്നിനും നമ്മൾ കഴിക്കുന്നതുകൊണ്ടും അത് വളരെ നല്ലതാണ്. സൗന്ദര്യ സംരക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് വിറ്റമിൻ ഇ ഓയിലും. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് സമയം എടുക്കും, കാരണം എഗ് വൈറ്റ് ഉള്ള കാരണം അത് മിക്സ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഒരു 5 മിനിറ്റൊക്കെ ചിലപ്പോൾ എടുക്കും. അത്രയും സമയം എടുത്തിട്ട് നന്നായി അത് മിക്സ് ചെയ്ത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ബേസ്, ഈ പാക്ക് ഉണ്ടാക്കാനുള്ള ഒരു ബേസ് ഇതാണ്. അപ്പോൾ കണ്ടോ, ഞാൻ പാൽപ്പാടയെ ചേർത്തിട്ടുള്ളത്, കാരണം എൻ്റെ ഒന്ന് ഡ്രൈ സ്കിന്നാണ്, ഒന്ന് പിന്നെ മെച്യൂർഡ് സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാൽപ്പാടയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ഗുണമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. വിറ്റമിൻ സി റിച്ച് ആണ് അതിൽ. ബീട്രൂട്ട് ജ്യൂസ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു കളറും നല്ലൊരു തിളക്കമൊക്കെ വരും. അപ്പോൾ അത് കൂട്ടത്തിൽ ഇതെല്ലാം സ്കിന്നിന് ഏറ്റവും ഗുണമുള്ള സാധനങ്ങളും കൂടിയും ചേർത്തുണ്ടാക്കുന്ന പാക്ക് ആവുമ്പോൾ ഇത് ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. ഞാൻ ഇതിൻ്റെ ഗുണങ്ങൾ, എഗ് വൈറ്റിൻ്റെ, ബീട്രൂട്ടിൻ്റെ, വിറ്റമിൻ ഇ, പാൽപ്പാട, ഇതിൻ്റെ ഒക്കെ ഗുണങ്ങൾ ഓരോന്ന് പറയാനിരുന്ന വീഡിയോ വലിയ വീഡിയോ ആയി പോകും. അപ്പം നിങ്ങൾക്കും അത് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ പറയുന്നത്. ബീട്രൂട്ട് ജ്യൂസ് സ്കിന്നിന് വളരെ നല്ലതാണ്, എഗ് വൈറ്റും അതുപോലെ തന്നെയാണ്. ഉണ്ടാക്കി വെച്ചതിന് കുറച്ച് 1 സ്പൂണ് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളതിലേക്ക് ഇതുപോലെ ഒരു ഷീറ്റ് മാസ്ക് വാങ്ങിക്കാൻ കിട്ടും, ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഒരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ കുറേ എണ്ണം ഉണ്ടാവും. ഒരു കൊല്ലം വരെ നിങ്ങൾക്ക് സുഖമായിട്ട് ഷീറ്റ് മാസ്ക് ഉണ്ടാക്കാം. ആമസോണിലുണ്ട്, അപ്പോൾ നിങ്ങൾ പോയി സെർച്ച് ചെയ്താൽ കിട്ടും. ഇതിന്ന് ഒന്നെടുത്തിട്ട് ഈ ഒരു ബോള് ഇതിലേക്ക് ഇട്ട് വെക്കുക, ബാക്കിയുള്ള ആ ലിക്വിഡ് ഇട്ട് വെക്കുക. അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ അത് കുതിർന്ന് വരാൻ കുറച്ച് സമയം എടുക്കും, ഒരു 10 മിനിറ്റൊക്കെ എടുക്കും. അങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഇതിലുള്ള മുഴുവൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ലിക്വിഡും അത് വലിച്ചെടുക്കും. നമ്മൾ ആദ്യം കുറച്ച് മാറ്റി വെച്ച ആ ഒരു സ്പൂൺ മാറ്റി വെച്ചില്ല, അത് നമ്മൾ ആദ്യം മുഖത്ത് നന്നായി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഈ ഒരു ഷീറ്റ് മാസ്ക് എടുക്കുക. അപ്പോൾ ഷീറ്റ് മാസ്കിൻ്റെ എല്ലാ ലിക്വിഡും വന്നിട്ടുണ്ടാവും. അത് നന്നായിട്ട് മുഖത്തെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒരു മസാജ് എടുക്കുക, മേലേക്ക് അപ്പർ ഡയറക്ഷനിൽ ഒരു മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തിട്ട് അതങ്ങനെ വല്ലാതെ നല്ല ഡ്രൈ ആവണ വരെ നിൽക്കരുത്. ഒരു പകുതി ഉണങ്ങിയില്ല എന്നുള്ള ഒരു പരുവത്തിൽ ആ മാസ്ക് അഴിച്ച് മാറ്റുക. അപ്പോൾ ഇങ്ങനത്തെ ഈ ഷീറ്റ് മാസ്ക് ഇല്ലാത്തവരാണെങ്കിൽ ആദ്യം നമ്മൾ ഒരു ലെയർ മാസ്ക് ഇട്ട് കൊടുത്തില്ലേ, അതിന് ശേഷം നിങ്ങളുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഫേസിൽ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള ലിക്വിഡും കൂടെ ഒരു ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഇട്ട് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്ത് ഇതുപോലെ സെമി ഡ്രൈ ആവുമ്പോൾ അത് ഇളക്കി മാറ്റുക. അപ്പോൾ ഷീറ്റ് മാസ്കിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഉണ്ടാക്കിയതൊന്നും വേസ്റ്റ് ആവാതെ മുഴുവനും അതിലുണ്ടാവും. സ്കിന്നിന് നന്നായിട്ട് അത് കിട്ടും. പക്ഷെ നമ്മൾ കൈ കൊണ്ട് ഇടുമ്പോൾ അത്ര തന്നെ കുറച്ചൊക്കെ വേസ്റ്റ് ആവും. പിന്നെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിലും കുറച്ചൊക്കെ ഇത് ഷീറ്റ് മാസ്കിൻ്റെ അത്ര തന്നെ കിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാതെ ഇടാൻ പറ്റും. അപ്പോൾ ഷീറ്റ് മാസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉപയോഗിക്കുക. ഷീറ്റ് മാസ്ക് ഇല്ലാത്തവർ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്
അത് മാസ്ക് ഇടുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ പാക്കറ്റ് നോക്കുക, ഇതിൻ്റെ റിസൾട്ട്, ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് സ്വയം അനുഭവിക്കുക. എല്ലാവരും അവനവനെ സ്നേഹിക്കുക, എല്ലാവരും അവനവനെ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളെ സ്നേഹിക്കുമ്പോൾ, നമ്മളെ കെയർ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരുടെയും കൂടെ ഒരു സന്തോഷത്തോടെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ എന്താ പറയുക, നമ്മൾ എന്താണോ ചെയ്യണത് അത് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട്, കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കണം, നമ്മളെ സ്നേഹിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. കൂടെ നിന്നതിന് 1000 നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തെന്നുള്ളത് ഉറപ്പാക്കുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട്, കൂടുതൽ നല്ല നല്ല വീഡിയോകളായിട്ട്, പ്രത്യേകിച്ച് ഒരു 40 വയസ്സ് കഴിഞ്ഞവർക്ക് എന്തും ചെയ്യാൻ പറ്റും, നമ്മളെയും കൊണ്ട് എല്ലാം പറ്റും എന്നുള്ളതും കൂടെ എനിക്ക് തെളിയിപ്പിക്കേണ്ട ഒരു ബാധ്യത, ഒരു റിസ്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 40+ കഴിഞ്ഞവരെല്ലാവരും വളരെ സന്തോഷത്തോടെ റെഡിയായിരിക്കുക. വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതിനർത്ഥം ബാക്കിയുള്ളവർക്കല്ല എന്നല്ല. ഇപ്പം 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ, ഇപ്പം എൻ്റെ വയസ്സ് 51ആണ്, എനിക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതിനേക്കാൾ താഴെയുള്ള പ്രായക്കാർക്ക് ഇതിനേക്കാൾ നന്നായി നിങ്ങളെ ശ്രദ്ധിക്കാനും എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ബ്യൂട്ടി മാത്രമല്ല ബാക്കി ഓരോ കാര്യങ്ങളും ഞാൻ ഓരോ വീഡിയോയിലായിട്ട് വരാം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ വീഡിയോക്കായി വെയിറ്റ് ചെയ്യുക. ഞാൻ അതിലേറെ സന്തോഷത്തോടെ വീഡിയോ ഇടാം. എല്ലാവർക്കും നമസ്കാരം, നന്ദി. വീണ്ടും കാണാം. ബൈ.